നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതിൽ ഇറാനെ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഇറാൻ ഡെപ്യൂട്ടി അംബാസിഡറെ വിളിച്ചുവരുത്തി. ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടത് UAE എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ. 6 ഇന്ത്യക്കാരടക്കം 8 പേർക്ക് പരിക്ക്. 4 പേരുടെ നില ഗുരുതരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. ക്രൂഡ് ഓയിൽ വില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ബഹിരാകാശത്തെ മലയാളി തിളക്കമാകാൻ ഡോക്ടർ അനിൽ മേനോൻ. 8 മാസത്തെ ചരിത്ര ദൗത്യത്തിന് അനിൽ മേനോനും സംഘവും ബഹിരാകാശ നിലയത്തിലേക്ക്. സോയൂസ് MS-29 പേടകത്തിന്റെ വിക്ഷേപണം കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോപ്പിൽ നിന്ന്. ബഹിരാകാശവാസത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഉൾപ്പെടെ പഠിക്കും. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഫയർഷാങ്കയോ. ജയിലിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത BJP കൗൺസിലർ R. സുഗതൻ. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. റിലേ സത്യാഗ്രഹം അവസാനിപ്പിച്ച് LDF. ജയിലിലായതിനാൽ സുഗതന് കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാനാകില്ലെന്നും സ്വമേധയാ അയോഗ്യത ഉണ്ടാകുമെന്നും വി ജോയ്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് തിരിച്ചടി. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ജയിലിൽ തുടരും. അഭിമന്യു വധക്കേസിലെ വിചാരണ തടയണമെന്നാവശ്യപ്പെട്ട് 5 പ്രതികൾ നൽകിയ ഹർജി തള്ളി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുടെ വിചാരണ തുടരാമെന്ന് ഹൈക്കോടതി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചെന്ന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിന് എതിരായ റിപ്പോർട്ട് മടക്കി DGP. നടപടി SIT സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത തേടി. തീരുമാനം അജിത് കുമാറിന് സർക്കാർ സംരക്ഷണം ഒരുക്കുന്നു എന്ന വിമർശനം ശക്തമാകുമ്പോൾ PSC നിയമന തട്ടിപ്പിൽ സമഗ്ര അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് 10 വകുപ്പുകളിലെ പരീക്ഷാ തട്ടിപ്പിനെ കുറിച്ച് ലഭിച്ച പരാതികൾ അന്വേഷിക്കും. ആസൂത്രണ ബോർഡിലെ നിയമന തട്ടിപ്പിൽ രേഖകൾ ആവശ്യപ്പെട്ട് PSCക്ക് കത്ത് നൽകി. ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ സെമി ഇന്ന്. ഫ്രാൻസ് സ്പെയിൻ പോരാട്ടം രാത്രി 12:30. ആവേശത്തോടെ ലെമിൻ യമാൽ, കിലിയൻ എംബാപ്പെ ആരാധകർ. പശ്ചിമേഷ്യൻ സംഘർഷം കടുക്കുന്നു. ഇറാനും അമേരിക്കയും പിന്നോട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യയെ ഇറാൻ ഡെപ്യൂട്ടി അംബാസിഡറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. അക്രമങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും സ്വതന്ത്ര ചരക്ക് നീക്കം ഉറപ്പാക്കണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടുവെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഡൽഹിയിൽ ഇറാൻ ഡെപ്യൂട്ടി അംബാസിഡറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജവാദ് ഹുസൈനിയെയും മറ്റ് ഇറാനിയൻ നയതന്ത്രജ്ഞരെയുമാണ് വിളിച്ചുവരുത്തിയത്. നാവികർക്ക് നേരെയുള്ള ആക്രമണങ്ങളും അന്താരാഷ്ട്ര സമുദ്രപാതയിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളും അംഗീകരിക്കാനാകില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും സ്വതന്ത്ര ചരക്ക് നീക്കം ഉറപ്പാക്കണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. We lost a precious Indian life and there are several Indian nationals who have been injured and a couple of them are also seriously injured. So we conveyed our strongest protest with the Iranian side on this particular matter. UAE-യിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും പരിക്കേറ്റവരുടെ ചികിത്സ ഉൾപ്പെടെ അടിയന്തര സഹായം ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. UAE എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന് മേൽ കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് അമേരിക്ക. ബാഷർ അബ്ബാസ് ഗഷം മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം. ഇറാനിയൻ ക്രൂയിസ് മിസൈലുകൾ UAEയുടെ ദേശീയ ടാങ്കറുകളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരനായ നാവികൻ കൊല്ലപ്പെടുകയും 8ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അതേസമയം ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കെന്ന അമേരിക്കയുടെ അവകാശവാദം തള്ളി ഇറാൻ രംഗത്തെത്തി. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ കലുഷിതമായതോടെ ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇടിവ് പ്രകടമായി.
യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മൊംബാസ, അൽബഹിയ എന്നീ എണ്ണക്കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്കിൽ ഒമാൻ തീരത്തിന് സമീപം കപ്പൽപാതയിൽ ആക്രമിക്കപ്പെട്ടത്. മൊംബാസ എണ്ണക്കപ്പലുണ്ടായിരുന്ന ഇന്ത്യൻ നാവികനാണ് കൊല്ലപ്പെട്ടത്. പരിക്കേറ്റവരിൽ 6 പേർ ഇന്ത്യക്കാരും 2 പേർ യുക്രൈനിയൻ വംശജരുമാണ്. 4 പേരുടെ നില ഗുരുതരമാണ്. ഇറാന്റെ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതര ലംഘനവും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയെന്നും UAE അപലപിച്ചു. എന്തായാലും ഇന്ത്യ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം പാനമ പതാകയുള്ള ഒരു എണ്ണ ടാങ്കറിനു നേരെയും ആക്രമണം നടന്നിരുന്നു. വെസലുണ്ടായിരുന്ന 11 ഇന്ത്യക്കാരിൽ 10 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെങ്കിലും ഇനിയും ഒരാളെ കണ്ടുകിട്ടാനുണ്ട്. അതേസമയം ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം കൈവശമെന്ന അമേരിക്കയുടെ അവകാശവാദം തള്ളി ഇറാൻ രംഗത്തെത്തി. ഹോർമൂസ് കടലിടുക്കിന്റെ യഥാർത്ഥ കാവൽക്കാരൻ ഇറാൻ തന്നെയെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് വഴി കയറ്റിയിരിക്കുന്ന എല്ലാ ചരക്കുകൾക്കും 20% ചാർജ് ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇത് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 1:30 മുതൽ പ്രാബല്യത്തിൽ വരും. ഇറാന്റെ എണ്ണക്കപ്പലുകളോ ഉപഭോക്താക്കളോ ഹോർമൂസിലെ പ്രധാന ഷിപ്പിംഗ് റൂട്ടിലേക്ക് പ്രവേശിക്കുന്നത് തടയുമെന്നും എന്നാൽ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഹോർമൂസ് തുറക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. ബ്രെൻ ക്രൂഡ് ഓയിൽ വില 6% വർദ്ധിച്ച് ബാരലിന് $80 മുകളിലെത്തി. ഹോർമൂസ് വഴിയുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരാനാണ് സാധ്യത. ഇറാൻ US സംഘർഷത്തിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വില $15 വരെ ഉയർന്നിരുന്നു. അതിനിടെ ചെങ്കടലിലെ അതീവ നിർണായക കപ്പൽപാതയായ ബാബ് അൽ മന്ദബും അടച്ചുപൂട്ടുമെന്ന യമന്റെ ഭീഷണി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. ലോകത്തിന്റെ ഇന്ധന വിപണി തകരുമെന്നും രാജ്യങ്ങൾ പട്ടിണിയിലാകുമെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും വീഴ്ച സംഭവിച്ചുവെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയതായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. നേതാക്കളുടെ പെരുമാറ്റത്തിൽ പാളിച്ചയുണ്ടായി. പാർട്ടിക്കുള്ളിൽ അടിമുടി തിരുത്തൽ നടപടി ഉണ്ടാകുമെന്നും സെപ്റ്റംബറിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടി നയം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. സ്ഥാനാർത്ഥി നിർണയത്തിലും അതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുന്നതിലും നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം വിലയിരുത്തി. പ്രചാരണ രീതിയും പാർട്ടി നയം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലും പരാജയം സംഭവിച്ചുവെന്നും ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ജനങ്ങളോട് സംസാരിക്കുന്നതിലും ജനാധിപത്യ രീതിയിൽ മറുപടി നൽകുന്നതിലും നേതാക്കൾക്ക് പാളിച്ച പറ്റി. പാർട്ടിക്ക് ജാഗ്രത കുറവ് സംഭവിച്ചതായും അടിമുടി തെറ്റുതിരുത്തൽ നടപടി സ്വീകരിക്കുമെന്നും MA ബേബി പറഞ്ഞു. പാർട്ടിക്ക് വിവിധ തലങ്ങളിൽ ജാഗ്രതക്കുറവുണ്ടായി. ഈ നേതാവെന്ന് പറയുന്ന ഒരു പ്രയോഗം ആശയവിനിമയത്തിന് നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ള ഒരു പ്രയോഗമാണിത്. നേതാക്കളെ മാറ്റിക്കൊണ്ടല്ല തിരുത്തൽ നടപടിയെന്നും എന്നാൽ ഒരു നേതാവും സ്വയം വിമർശനത്തിന് അതീതമല്ലെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. അവലോകന റിപ്പോർട്ടിൽ നേതാക്കൾക്കെതിരെ വിമർശനം ഉയർന്നുവെന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. വിഴിഞ്ഞത്ത് അദാനിയെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് പാർട്ടി നയമെന്നും ഇക്കാര്യം കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ലെന്നും MA ബേബി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ CPM CPI ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമായില്ല. LDF കൺവീനർ TP രാമകൃഷ്ണൻ MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചർച്ച ചെയ്തു. നിയമസഭാ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ CPI അവകാശവാദം ഉന്നയിച്ചതിന് ശേഷം ആദ്യമായാണ് CPMൽ നിന്നും ചർച്ചയ്ക്ക് ഒരു നേതാവ് MN സ്മാരകത്തിലേക്ക് എത്തിയത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ MN സ്മാരകത്തിലെത്തി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ഉഭയകക്ഷി ചർച്ച നടത്തുകയായിരുന്നു. കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു. CPI പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഉന്നയിച്ചിട്ടുണ്ടെന്നും പരസ്പരം കൂടിയാലോചിച്ച് പൊതു താൽപര്യം കണക്കിലെടുത്ത് തീരുമാനമെടുക്കുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതാവിന്റെ പ്രശ്നം CPI ഉന്നയിച്ചിട്ടുണ്ട്. CPM ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. CPIക്കും CPMനും ഒരേ രാഷ്ട്രീയമാണെന്നും അത് LDF രാഷ്ട്രീയമാണെന്നും തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ബിനോയ് വിശ്വവും പ്രതികരിച്ചു. CPIക്കും CPMനും ഒരേ രാഷ്ട്രീയമാണ്, അത് LDF രാഷ്ട്രീയമാണ്. ആ LDF രാഷ്ട്രീയം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്കും ബോധ്യമാണ്, CPMനും ബോധ്യമാണ്. ഇടയ്ക്കുണ്ടാകുന്ന ഏത് വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോഴും ഈ കാഴ്ചപ്പാട് ഞങ്ങൾ നയിക്കും. ഈ രാഷ്ട്രീയ കാഴ്ചപ്പാട് നല്ല രീതിയിൽ അവസാനിക്കും. CPM ബന്ധം എപ്പോഴും അങ്ങനെയായിരിക്കും. സമയത്ത് കിട്ടുന്നേ. അതേസമയം ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇക്കാര്യം ചർച്ച ചെയ്തതായാണ് സൂചന. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ തീരുമാനമാകാത്തതിനാൽ LDF യോഗം ചേരുന്നതിലും കാലതാമസം നേരിടുകയാണ്.
LDF കൺവീനറുടെ CPI ആസ്ഥാനത്തെത്തിയുള്ള സമവായ ശ്രമം ഇതിൻ്റെ കൂടി സാഹചര്യത്തിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിച്ചുവെന്ന ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് DGP മടക്കി അയച്ചു. SID സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത തേടിയാണ് റിപ്പോർട്ട് മടക്കിയത്. അജിത് കുമാറിന് സർക്കാർ സംരക്ഷണം ഒരുക്കുന്നു എന്ന വിമർശനം ശക്തമാകുമ്പോഴാണ് 20 ദിവസത്തിന് മുമ്പ് ലഭിച്ച റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തത തേടുന്നത്. രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചുവെന്ന SIT കണ്ടെത്തലിനെ തുടർന്നാണ് ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത റിപ്പോർട്ട് നൽകിയത്. SIT സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തതയില്ല എന്നാണ് DGP ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ വീണ്ടും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ച SITക്ക് തന്നെ റിപ്പോർട്ട് മടക്കി നൽകി. ഉന്നത ഉദ്യോഗസ്ഥനായ അജിത് കുമാർ കേസ് അട്ടിമറിച്ചുവെന്നും ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി റിപ്പോർട്ട് തിരുത്താൻ നിർദ്ദേശിച്ചുവെന്നുമാണ് പോലീസുകാർ മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SIT സംഘം അജിത് കുമാറിനെ പ്രതിക്കൂട്ടിലാക്കി DGPക്ക് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ റിപ്പോർട്ട് ലഭിച്ച് 20 ദിവസം വരെയും നിശബ്ദനായിരുന്ന DGP ഇപ്പോൾ വിമർശനം ശക്തമായപ്പോഴാണ് തുടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ വീണ്ടും അന്വേഷണം നടത്തി പുതിയ റിപ്പോർട്ട് നൽകണമെന്നാണ് DGPയുടെ നിർദ്ദേശം. വീണ്ടും അന്വേഷണം നടത്തി മറ്റൊരു റിപ്പോർട്ട് നൽകുമ്പോൾ കാലതാമസമെടുക്കും. അപ്പോഴേക്കും സ്ഥാനക്കയറ്റ പട്ടികയിൽ MR അജിത് കുമാർ ഇടം പിടിക്കുമെന്നാണ് സൂചന. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കുന്ന DGP നിതിൻ അഗർവാൾ ഈ മാസം 31-ന് വിരമിക്കും. ആ ഒഴിവിൽ DGPയായി സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുള്ളത് MR അജിത് കുമാറിനാണ്. അതിനുവേണ്ടിയുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും തുടർ നടപടികളും ഉടൻ ചേരാനിരിക്കവെയാണ് അജിത് കുമാറിന് വീണ്ടും സംരക്ഷണ കവചം ഒരുങ്ങുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PSC നിയമന തട്ടിപ്പിൽ നിർണായക രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് PSCക്ക് കത്ത് നൽകി. ഓഫീസിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് കത്ത് നൽകിയത്. ആസൂത്രണ ബോർഡിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ, ഉത്തര സൂചിക, ഉദ്യോഗാർത്ഥികളെ പട്ടിക അടക്കം രേഖകളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആസൂത്രണ ബോർഡിലെ 3 നിയമനങ്ങളിലേക്ക് പരീക്ഷ എഴുതിയ 4 പേരുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ച ശേഷമാണ് അന്വേഷണ സംഘം PSCക്ക് കത്ത് നൽകിയിരിക്കുന്നത്. വിവരാവകാശ പ്രകാരം PSCയിൽ നിന്ന് ലഭിച്ച മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള രേഖകളും ഉദ്യോഗാർത്ഥികൾ തെളിവായി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ആസൂത്രണ ബോർഡിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ, ഉത്തരസൂചിക, വിദ്യാർത്ഥികളുടെ പട്ടിക, അഭിമുഖത്തിന് വിളിച്ചവർ, ഓൺ സ്ക്രീൻ മാർക്കിംഗിന്റെ വിശദാംശങ്ങൾ തുടങ്ങിയ രേഖകളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചോദ്യകർത്താക്കളുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ പേരിൽ PSC സെക്രട്ടറിക്കാണ് കത്ത് നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം PSCയുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമന വിവാദങ്ങളിലേക്കും ക്രൈംബ്രാഞ്ച് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ആസൂത്രണ ബോർഡിന് പുറമെ മറ്റ് 10 വകുപ്പുകളിലെ നിയമന തട്ടിപ്പ് ആരോപിച്ചുള്ള പരാതികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ പരാതിക്കാരുടെ മൊഴിയെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാപ്പ കേസിൽ തടവിലുള്ള തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ R. സുഗതൻ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വിയൂർ ജയിലിൽ അപൂർവമായ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. മേയർ VV രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വിയൂർ ജയിലിലെ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ തിരുവനന്തപുരം മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, ജയിൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നേരത്തെ ദൈവങ്ങളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് കോടതി റദ്ദാക്കിയതിനാലാണ് സുഗതന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. ഇതിനിടെ കാപ്പ കേസിൽ ജയിലിലുമായി. എന്നാൽ ഇപ്പോൾ ഈശ്വരനാമത്തിലാണ് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞ ചെയ്യാൻ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് കോടതി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉത്തരവിട്ടത്. ഇത് കോടതി ഉത്തരവാണെന്ന് കുറ്റപ്പെടുത്തുന്നവർ ഇത് മനസ്സിലാക്കണമെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ കേസുകൾ സ്വാഭാവികമാണെന്നും VV രാജേഷ് കൂട്ടിച്ചേർത്തു. ഞങ്ങളൊക്കെ തന്നെ ഈ നിൽക്കുന്ന എല്ലാവരും കോർപ്പറേഷനിലിരിക്കുന്ന പല കൗൺസിലർമാരും ഒക്കെ തന്നെ രാഷ്ട്രീയമായി പലതരത്തിലുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്തതിൻ്റെ കേസുകൾ പ്രതികളാണ്. എണ്ണമേറിയും കുറഞ്ഞുമിരിക്കും. അതിൻ്റെയൊക്കെ ഫൈനലി അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ബഹുമാനപ്പെട്ട കോടതികളാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രതിപക്ഷം പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ളൂ. കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ സുഗതൻ ജയിലിൽ തന്നെ തുടരും. 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത സുഗതൻ 3ാമത്തെ കൗൺസിലിലും എത്തിയില്ലെങ്കിൽ അയോഗ്യനാകും. അതേസമയം ജയിലിലെ സത്യപ്രതിജ്ഞ നഗരസഭയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്ന വിമർശനം കോൺഗ്രസും CPM-ഉം ഉന്നയിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ പുതുചരിത്രം. വിയൂർ സെൻട്രൽ ജയിലിൽ ജനപ്രതിനിധി സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഇത് പുതിയ രാഷ്ട്രീയ സാധ്യതകളും ഒപ്പവും കൗതുകവും ഉണർത്തുകയാണ്. ക്യാമറമാൻ ശശികാന്തിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ.
നടിയെ ആക്രമിച്ച കേസിൽ പൾസ് സുനിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യമാണ് തള്ളിയത്. സുനി ജയിലിൽ തുടരും. ശിക്ഷ മരവിപ്പിക്കേണ്ട അസാധാരണ സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത്. അതിജീവിതയുടെ അന്തസ്സ് കണക്കിലെടുക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. സൗദിയിൽ തൊഴിൽ നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ കുത്തനെ ഉയർത്തിക്കൊണ്ട് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ രാജ്ഹി ഉത്തരവിറക്കി. തൊഴിൽ വിപണി കൂടുതൽ വ്യവസ്ഥാപിതമാക്കാനും റിക്രൂട്ട്മെന്റ് മേഖല നിയന്ത്രിക്കാനുമാണ് പിഴകളുടെ പുതുക്കിയ പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത്. സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് 3 ഗ്രൂപ്പുകളിലായി തിരിച്ചാണ് പിഴ നിർണ്ണയിക്കുക. ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് നടത്തുകയോ സൗദികൾക്ക് ജോലി കണ്ടെത്തി നൽകുകയോ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് 3ാം തവണ 2,50,000 റിയാൽ വരെ പിഴ ചുമത്താനാണ് തീരുമാനം. കുവൈറ്റിൽ അനധികൃത താമസക്കാർക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്കും എതിരെ വരും ദിവസങ്ങളിൽ വൻ സുരക്ഷാ പരിശോധന ആരംഭിക്കും. ഇത്തരക്കാർ താമസിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാവും പഴുതടച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുക. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അൽ സഹാബിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നടപടി. ആഭ്യന്തര മന്ത്രാലയത്തിന് പുറമെ സിവിൽ ഡിഫൻസ്, നഗരസഭ, ജലവൈദ്യുതി മന്ത്രാലയം, വാണിജ്യ വ്യവസായ മന്ത്രാലയം, അഗ്നിശമന രക്ഷാപ്രവർത്തന സേന മുതലായ സർക്കാർ ഏജൻസികളും പരിശോധനയിൽ പങ്കെടുക്കും. രാജ്യത്ത് ഇതുവരെ നടന്ന ഏറ്റവും വലിയ സുരക്ഷാ പരിശോധനകളിൽ ഒന്നായിരിക്കും ഇത്. പിടിയിലാകുന്ന നിയമലംഘകരെ ഉടൻ തന്നെ നാടുകടത്തും. പിടിയിലാകുന്നവരെ നാടുകടത്തൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് വരെയുള്ള ദിവസങ്ങളിൽ താമസിപ്പിക്കാനായി വിവിധ വിദ്യാലയങ്ങളും ഹാളുകളും സജ്ജീകരിച്ചു വരികയാണ്. കുവൈറ്റിൽ പോലീസുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ സുരക്ഷാസേന വെടിവെച്ചു കൊന്നു. അലി സബാഹ് അൽ സലാം പ്രദേശത്ത് നടന്ന സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പോലീസുകാരൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ചികിത്സയിൽ കഴിയുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തിങ്കളാഴ്ച സുരക്ഷാ പട്രോളിംഗ് സംഘം സംശയാസ്പദമായ നിലയിൽ കണ്ട ആളെ തടഞ്ഞു നിർത്തി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനിടയിലാണ് സംഭവം. പരിശോധനയിൽ ഇയാൾക്കെതിരെ നിലവിൽ അറസ്റ്റ് വാറന്റ് ഉണ്ടെന്ന് കണ്ടെത്തുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ചെറുത്തുനിന്ന പ്രതി കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സുരക്ഷാ സംഘത്തിലെ ഒരു പോലീസുകാരനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പോലീസുകാരന്റെ കഴുത്തിലും തുടയിലും കുത്തേറ്റു. ജീവന ഭീഷണിയായ സാഹചര്യം നേരിട്ടതിനെ തുടർന്ന് നിയമപ്രകാരം സുരക്ഷാ സേന വെടിയുതിർത്ത് പ്രതിയെ കീഴടക്കുകയായിരുന്നു. സിറിയക്കാരനായ പ്രവാസിയാണ് കൊല്ലപ്പെട്ടത്. കുവൈറ്റിലെ അബ്ബാസിയയിൽ മലയാളി ഉടമസ്ഥയിലുള്ള ജ്വല്ലറിയിൽ കവർച്ച നടത്തിയ 2 പ്രതികളെ കുവൈറ്റ് കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. സിറിയക്കാരായ 2 പ്രവാസികളാണ് പിടിയിലായത്. കവർച്ച ചെയ്യപ്പെട്ട മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും അന്വേഷണ സംഘം പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു കവർച്ച നടന്നത്. ആഭരണം വാങ്ങാനാണെന്ന വ്യാജേന സ്ത്രീവേഷത്തിലെത്തിയ 2 പേരാണ് കവർച്ച നടത്തിയത്. സംഭവ സമയത്ത് ഒരു ജീവനക്കാർ മാത്രമായിരുന്നു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. കളിത്തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം ജീവനക്കാരനെ കെട്ടിയിട്ടാണ് പ്രതികൾ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തത്. സ്വർണ്ണവളകളും മാലകളും ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കവർന്ന ശേഷം ഇവർ സംഭവസ്ഥലത്ത് നിന്ന് കടന്നുകളയുകയായിരുന്നു. മറ്റൊരു ജീവനക്കാരൻ സ്ഥാപനത്തിൽ ജോലിക്ക് എത്തിയപ്പോഴാണ് കൈകാലുകൾ ബന്ധിച്ച നിലയിൽ സഹപ്രവർത്തകനെ കണ്ടത്. പ്രതികളിൽ ഒരാളെ ജലീബ് അൽ ഷുയൂഗിൽ നിന്നും 2ാമത്തെ പ്രതിയെ ഹവലിയിൽ നിന്നുമാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ജിദ്ദ പാലക്കാട് ജില്ലാ KMCC കെയർ ആൻഡ് ക്യൂർ എന്ന പേരിൽ പുതിയ ആരോഗ്യ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. ജിദ്ദയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ആദ്യഘട്ടത്തിൽ 10 ലക്ഷത്തിലധികം രൂപയുടെ ആരോഗ്യ കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള അർഹരായ 300ഓളം രോഗികളെ പദ്ധതിയിലേക്ക് പരിഗണിക്കും. ഇതിൽ പ്രവാസി കുടുംബങ്ങൾക്കായിരിക്കും പ്രഥമ പരിഗണന നൽകുക. പദ്ധതിയുടെ ധനസഹായ വിതരണോദ്ഘാടനം അടുത്ത മാസം ചെർപ്പളശ്ശേരിയിൽ വെച്ച് നടക്കും. കഴിഞ്ഞ വർഷം ജില്ലയിലെ 250ഓളം വിദ്യാർത്ഥികൾക്ക് എഡ്യു സ്കോളർഷിപ്പ് പദ്ധതി വഴി 15 ലക്ഷത്തോളം രൂപ വിതരണം ചെയ്യാൻ സാധിച്ചതായും ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ ഹബീബുള്ള, കുഞ്ഞി മുഹമ്മദ്, ഷഹീൻ, യൂസഫ് അലി, മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. സൗദിയുടെ തെക്കൻ മേഖല ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂതി ഭീകരർ തിങ്കളാഴ്ച വിക്ഷേപിച്ച ബാലസ്റ്റിക് മിസൈലുകൾ സൗദി വ്യോമ പ്രതിരോധ സേന വിജയകരമായി പ്രതിരോധിച്ചതായി യമൻ സഖ്യസേനാ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി സ്ഥിരീകരിച്ചു. ഇറാനിൽ നിന്നുള്ള വിമാനം നിലത്തിറങ്ങുന്നത് തടയാനും ദേശീയ പരമാധികാരം സംരക്ഷിക്കാനുമായി യമൻ ഔദ്യോഗിക സൈന്യം തിങ്കളാഴ്ച സന വിമാനത്താവളത്തിന്റെ റൺവേ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി യമൻ
പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ ചെയർമാൻ റഷാദ് അൽ അലിമി വ്യക്തമാക്കി. എങ്കിലും യമൻ ജനതയെ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി ഇറാൻ പ്രാദേശിക സംഘർഷങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് തടയാൻ സമാധാനപരമായ നിലപാട് സ്വീകരിക്കുമെന്നും തർക്കങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കരുതെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ ഭക്ഷ്യ വ്യാപാര മേഖലയിലെ തൊഴിലാളികളുടെയും മറ്റ് വിഭാഗങ്ങളുടെയും ആരോഗ്യ പരിശോധനാ കേന്ദ്രം വിപുലീകരിച്ചു. വനിതാ അപേക്ഷകർക്കായി പ്രത്യേകമായി ഒരുക്കിയ ഈ പുതിയ വിഭാഗത്തിന് പ്രതിവർഷം 35,000 മുതൽ 40,000 വരെ ആളുകളെ സ്വീകരിക്കാനുള്ള ശേഷിയുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്രത്തിലെ വർദ്ധിച്ചുവരുന്ന സന്ദർശകരുടെ എണ്ണം പരിഗണിച്ചുകൊണ്ടാണ് വിപുലീകരണം നടപ്പിലാക്കിയത്. ഇതുവഴി പരിശോധനാ നടപടികൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും പൂർത്തിയാക്കാൻ കഴിയുമെന്നും മന്ത്രാലയം അറിയിച്ചു. ദുബായ് ഹെൽത്തിന്റെ നേതൃത്വത്തിൽ അൽ ജലീല ചിൽഡ്രൻസ് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സംഘടിപ്പിച്ച ക്ലിനിക് ഓഫ് ഹോപ്പ് ചാരിറ്റി സംരംഭത്തിലൂടെ 600 കുട്ടികൾക്ക് ആരോഗ്യ പരിചരണ സേവനങ്ങൾ ലഭ്യമാക്കി. 15ലധികം മെഡിക്കൽ സ്പെഷ്യാലിറ്റികളിലെ പ്രമുഖ വിദഗ്ധ ഡോക്ടർമാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ദുബായ് ഹെൽത്തിന്റെ മാനവിക ദൗത്യത്തിന് പിന്തുണയുമായി അൽ ജലീല ഫൗണ്ടേഷനാണ് പദ്ധതിക്ക് പിന്തുണ നൽകിയത്. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്, ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി, എമിറേറ്റ്സ് ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ, എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ഉൾപ്പെടെ നിരവധി സർക്കാർ സാമൂഹിക സ്ഥാപനങ്ങളും പദ്ധതിയിൽ പങ്കാളികളായി. അടിയന്തര സേവന വാഹനങ്ങളുടെ സംവിധാനങ്ങൾ അനധികൃതമായി സ്വന്തം വാഹനത്തിൽ ഘടിപ്പിച്ച കേസിൽ 2 പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് അബുദാബി കോടതി. 2 പ്രതികൾക്കും 6 മാസത്തെ തടവിനൊപ്പം 1 ലക്ഷം ദിർഹം വീതം പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. അനധികൃതമായി ഘടിപ്പിച്ച ഉപകരണങ്ങളും വാഹനങ്ങളും പിടിച്ചെടുക്കാനും കോടതി ഉത്തരവിട്ടു. അടിയന്തര സേവന വാഹനങ്ങളായി തെറ്റിദ്ധരിപ്പിച്ച് പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. മലപ്പുറം സ്വദേശി കുവൈറ്റിൽ നിര്യാതനായി. മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറയിലെ അബ്ദുൽ ഖാദർ ബാവയാണ് നിര്യാതനായത്. കഴിഞ്ഞ 18 വർഷമായി കുവൈറ്റിൽ പ്രവാസ ജീവിതം നയിച്ചു വരികയായിരുന്നു. 56 വയസ്സായിരുന്നു. അങ്കാറ സ്കാർപ്പ് യാർഡിലെ ജീവനക്കാരനാണ്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ KKMMA മാഗ്നറ്റിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എസ് ജാനകിയുടെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി ജിദ്ദ വായനക്കൂട്ടത്തിന്റെ പ്രതിവാര വായന സദസ്സ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ സാമൂഹ്യ പ്രവർത്തകൻ നൌഷാദ് അടൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കണ്ണടച്ചിരുന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ പ്രണയവും വിരഹവും ഒരുപോലെ നിറയ്ക്കാൻ കഴിയുന്ന മാന്ത്രികതയായിരുന്നു ജാനകി അമ്മയുടെ ശബ്ദത്തിനുണ്ടായിരുന്നത് എന്ന് നൌഷാദ് അടൂർ അനുസ്മരിച്ചു. വായനക്കൂട്ടം സാരഥി KTA മുനീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ നാസർ സെയിൻ, മുജീബ് മുത്തേടത്ത്, പ്രിൻസാദ് പാറായി, ഷറഫുദ്ദീൻ പാലക്കാട് തുടങ്ങിയവർ സംസാരിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സംരംഭകരും വ്യവസായ പ്രമുഖരും ചേർന്ന് ബിസിനസ് ലീഡേഴ്സ് ഫോറം രൂപീകരിച്ചു. സംഘടനയുടെ ലോഗോ അഹമ്മദ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ജൂലി ലോനപ്പൽ ഉദ്ഘാടനം ചെയ്തു. ആലിക്കുട്ടി ഒളവട്ടൂർ സംഘടനയുടെ ആവശ്യകത വിശദീകരിച്ചു. റുഷ്ന ലുബൈബ് നയിച്ച ബിസിനസ് സിമുലേഷൻ എക്സിക്യൂട്ടീവ് സെഷൻ ശ്രദ്ധേയമായി. ചടങ്ങിൽ അഹമ്മദ് പുളിക്കൽ, യൂനുസ് കാസിയ എന്നിവരെ BLF ആദരിച്ചു. ബിജു ചാക്കോ വീക്ഷണങ്ങളും ലക്ഷ്യങ്ങളും പദ്ധതികളും അവതരിപ്പിച്ചു. ബിജു കല്ലുമല, പവൻ മുലക്കൽ, ആൽബിൻ ജോസഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പരിപാടിയിൽ ഭാരവാഹികളായി ബിജു ചാക്കോ, പ്രസിഡന്റ് ആലിക്കുട്ടി ഒളവട്ടൂർ, ജനറൽ സെക്രട്ടറി മുജിബുദ്ദീൻ മരാദിസ് ട്രഷറർ ആയി കമ്മിറ്റി ഫോം ചെയ്തു. ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, അഹമ്മദ് പുളിക്കൽ, യൂനുസ് കാസിയ, ഗഫൂർ ഇടക്കുനി തുടങ്ങിയവർ രക്ഷാധികാരികളാണ്. കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് 2025-26 അധ്യയന വർഷത്തിൽ നടത്തിയ 5-7 ക്ലാസുകളുടെ GCC തല പൊതുപരീക്ഷയിൽ ജിദ്ദ അൽഹുദ മദ്രസയ്ക്ക് 100% വിജയം. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും ഉന്നത വിജയം കരസ്ഥമാക്കി. വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും അൽഹുദ മദ്രസ മാനേജ്മെന്റും അധ്യാപകരും അനുമോദിച്ചു. മദ്രസയിൽ 2026-27 പുതിയ അധ്യയന വർഷത്തേക്ക് KG മുതൽ 8ാം ക്ലാസ് വരെയുള്ള പ്രവേശനം ആരംഭിച്ചതായി കൺവീനർ ഉമർ കോയ ബേപ്പൂർ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്കായി ആകർഷകമായ EMI സൗകര്യവുമായി എമിറേറ്റ്സ് എയർലൈൻസ്. ടിക്കറ്റ് നിരക്ക് ഒറ്റത്തവണ അടയ്ക്കുന്നതിന് പകരം 3 മുതൽ
36 മാസം വരെ തവണകളായി അടയ്ക്കാനുള്ള പുതിയ സംവിധാനമാണ് കമ്പനി അവതരിപ്പിച്ചത്. എമിറേറ്റ്സ് ശൃംഖലയിലുള്ള ലോകത്തെ 140ഓളം ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകൾക്കായി ഈ സൗകര്യം പ്രയോജനപ്പെടുത്താമെന്ന് കമ്പനി അറിയിച്ചു. എമിറേറ്റ്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് EMI ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാകും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ എന്നിവയുൾപ്പെടെയുള്ള പ്രമുഖ ഇന്ത്യൻ ബാങ്കുകളിലെ ക്രെഡിറ്റ് കാർഡ് ഉടമകൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. ഒറ്റത്തവണ വലിയ തുക ചെലവഴിക്കാതെ വിദേശയാത്രകൾ കൂടുതൽ എളുപ്പത്തിലും സാമ്പത്തികമായി ആസൂത്രണം ചെയ്യാൻ പുതിയ EMI സംവിധാനം സഹായകരമാകുമെന്നാണ് എമിറേറ്റ്സ് പറയുന്നത്. വിശുദ്ധ കാബയ്ക്ക് മുകളിൽ നാളെ സൂര്യൻ കൃത്യം ലംബമായി എത്തുന്ന അപൂർവ പ്രതിഭാസം ദൃശ്യമാകും. മക്ക സമയം ഉച്ചയ്ക്ക് 12:26 സൂര്യൻ കാബയ്ക്ക് തൊട്ടുമുകളിൽ എത്തുന്നതോടെ കാബയുടെയും പരിസരത്തുള്ള വസ്തുക്കളുടെയും നിഴലുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമാകുമെന്ന് ജിദ്ദ ആസ്ട്രോണമി സൊസൈറ്റി പ്രസിഡന്റ് എഞ്ചിനീയർ മാജിദ് അബു സഹ്റ വ്യക്തമാക്കി. വർഷത്തിൽ 2 തവണ മാത്രം സംഭവിക്കുന്ന ഈ പ്രതിഭാസത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ഭൂമിയിൽ ലംബമായി നിൽക്കുന്ന വസ്തുക്കളുടെ നിഴൽ നിരീക്ഷിച്ച് ഗിബിലയുടെ ദിശ അതീവ കൃത്യതയോടെയും ഏറ്റവും ലളിതമായും കണ്ടെത്താനാവും. എമിറാത്തി പൈതൃകത്തിന്റെ പ്രൗഢി വിളിച്ചോതി UAEയിൽ അൽ ഐൻ ഒട്ടകയോട്ട മേളയ്ക്ക് ആവേശകരമായ തുടക്കം. UAEയുടെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും പൈതൃകവും സംസ്കാരവും വിളിച്ചോതുന്ന അൽ ഐൻ ഒട്ടകയോട്ട മേളയുടെ 2ാം പതിപ്പിലെ ആദ്യഘട്ട മത്സരങ്ങൾ പൂർത്തിയായി. വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. UAEയുടെ പൈതൃകവും സംസ്കാരവും സംരക്ഷിക്കുന്നതിൽ ഇത്തരം മേളകൾക്ക് വലിയ പങ്കുണ്ടെന്ന് വിജയികൾ പറഞ്ഞു. ഒട്ടകയോട്ട മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും മേള സഹായിക്കുന്നുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു. ബഹിരാകാശം താണ്ടുന്ന ആദ്യ മലയാളി. ചരിത്രം കുറിക്കാൻ അനിൽ മേനോൻ ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കാൻ നാസ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോനും സംഘവും യാത്ര തിരിച്ചു. കസാക്കിസ്ഥാനിലെ ബൊക്കോനൂർ കോസ്മോഡ്രോപ്പിൽ നിന്ന് സോയൂസ് MS-29 പേടകം വിജയകരമായി വിക്ഷേപിച്ചു. നാളെ പുലർച്ചെ 1:30 3 സംഘം നിലയത്തിലേക്ക് പ്രവേശിക്കും. അടുത്ത വർഷം ഏപ്രിലായിരിക്കും സംഘത്തിന്റെ മടക്കം. മെയ്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പിലെ ഗ്ലാമർ സെമി പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം. യൂറോപ്പിലെ 2 വമ്പന്മാരായ ഫ്രാൻസും സ്പെയിനും നേർക്കുനേർ വരുമ്പോൾ ആദ്യ സെമി ഫൈനൽ ആവേശകരമാകും. അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.